ഹലോ, ഒരു അംബ്രല്ല കട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം സാരിയുടെ തുമ്പിൽ കുറച്ച് പിങ്ക് കളറുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ അംബ്രല്ലയുടെ പാവാട കട്ട് ചെയ്യുവാണ്. അതായത് താഴോട്ടുള്ള പാവാടയല്ല, താഴോട്ടുള്ള പോർഷൻ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് അംബ്രല്ലയുടെ പോർഷൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം അംബ്രല്ല എങ്ങനെയാണോ മടക്കിയിടുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ടോപ്പും കട്ട് ചെയ്യുന്നത്. അംബ്രല്ല കോണോട് മടക്കിയിടുമല്ലോ, ആ രീതിയിൽ തന്നെ ടോപ്പും അതുപോലെ തന്നെ കൈയും അതേ രീതിയിൽ തന്നെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റിഫ് വെച്ചിട്ട് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിഫ് വെച്ചിട്ട് വേറൊരു ഉടുപ്പ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ അതൊന്നും പോയി കണ്ടു നോക്കുക. അതിന് ശേഷം ബാക്ക് നമ്മൾ തിരിച്ചിടുന്ന രീതിയിൽ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഷോൾഡർ കൂട്ടിയടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കഴുത്തിൽ വെച്ച തുണി ഈ സാരിയുടെ തുണി തന്നെയാണ്. അതിന് ശേഷം നമ്മൾ കയ്യിൽ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് പോയി കാണാത്തവർ പോയി കണ്ടു നോക്കാവുന്നതാണ്. കയ്യിലും ചെറിയൊരു ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൈ നമ്മുടെ ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് കൈയും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് പാവാടയല്ല, സ്കേർട്ട് പോർഷനും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തു രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ സൈഡ് കൂട്ടി അടിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡ് നമ്മൾ ഷേപ്പിന് അടയാളപ്പെടുത്തിയതിന് ശേഷം കൂട്ടി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം താഴെ ബയാസ് പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ് എന്ന് പറയും, ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.